കേന്ദ്ര ബജറ്റിൽ പ്രവാസികൾക്കിടയിൽ സമ്മിശ്ര പ്രതികരണം. വിദേശത്തേക്ക് പണം അയക്കുമ്പോഴുള്ള നികുതി പരിധി വർദ്ധിപ്പിച്ചത് ആശ്വാസമാണെന്നാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. എന്നാൽ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയിലേക്ക് വലിയ സംഭാവന നൽകുന്ന സാധാരണക്കാരായ പ്രവാസികളെ പരിഗണിച്ചില്ല എന്ന് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ കുറ്റപ്പെടുത്തി. കാലങ്ങളായി പ്രവാസികൾ ആവശ്യപ്പെടുന്ന വിഷയങ്ങളിൽ പരിഗണന ലഭിക്കാത്ത ബജറ്റാണിതെന്നും സാധാരണ പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങളൊന്നും പുതിയ ബജറ്റിൽ പ്രതിപാദിച്ചിട്ടില്ല എന്നുമാണ് ഒരു വിഭാഗം പ്രവാസികൾ ആരോപിക്കുന്നത്. പ്രവാസികൾ എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ സമ്പന്നർ എന്നായി മാറിയിരിക്കുകയാണെന്ന് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് UAE കമ്മിറ്റി ജനറൽ സെക്രട്ടറി പുന്നക്കൻ മുഹമ്മദ് അലി പറഞ്ഞു. പ്രവാസി വിരുദ്ധ ബജറ്റിനെതിരെ ശക്തമായ പ്രതിഷേധമുയരണമെന്ന് പ്രവാസ ക്ഷേമ ബോർഡ് ഡയറക്ടർ NK കുഞ്ഞഹമ്മദ് പ്രതികരിച്ചു. എന്നാൽ റിസർവ് ബാങ്കിന്റെ ലിബറൈസ്ഡ് റെമിറ്റൻസ് സ്കീമിലൂടെ വിദേശത്തേക്ക് പണമയക്കുമ്പോഴുള്ള നികുതി പരിധി വർദ്ധിപ്പിച്ചത് ആശ്വാസമായെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. വിദേശ വിദ്യാഭ്യാസത്തിനായി എടുക്കുന്ന വായ്പയുടെ പലിശയും ഒഴിവാക്കിയ നടപടി സ്വാഗതാർഹമാണെന്നും സാമ്പത്തിക വിദഗ്ധർ വ്യക്തമാക്കി. ഈ ബജറ്റിലും പ്രവാസികൾക്ക് പ്രത്യേക പരിഗണന ലഭിച്ചില്ല. ആകെ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം അനുസരിച്ചിട്ട് വിദേശത്തേക്ക് പണം അയക്കുന്ന സമയത്ത് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു 7 ലക്ഷം വരെ നികുതി കൊടുക്കാതെ TDS കൊടുക്കാതെ കൊടുക്കണമായിരുന്നു. 7 ലക്ഷത്തിന് മേളിലാണെന്നുണ്ടെങ്കിൽ അതിന് 10% നികുതി കൊടുക്കണമായിരുന്നു TDS. ആ പരിധി ഇപ്പോൾ 7 ലക്ഷത്തിൽ നിന്ന് 10 ലക്ഷമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആകെ ഒരു വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കുന്നതായ നികുതിക്ക്, അതായത് നേരത്തെ ഉണ്ടായിരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ 5%, അതായത് വിദേശത്ത് പഠിക്കുന്നതിന് പോകുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ വിദേശത്തുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്ന സമയത്ത് അതിൻ്റെ നികുതി ഇപ്പോൾ അത് 5% ചുരുക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, ഈ വായ്പ എടുത്തതിന് ശേഷമാണ് വിദേശത്തേക്ക് പണം അയക്കുന്നുണ്ടെങ്കിൽ അതായത് പ്രത്യേകിച്ച് ബാങ്കുകളിൽ കൂടെ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിൽ കൂടെ എടുക്കുന്നതായ വായ്പയുടെ മേൽ 0.5%, 0.5% TDS കൊടുക്കണമായിരുന്നു. അത് പൂർണ്ണമായിട്ടും ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് വിദേശത്ത് കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പണം അയക്കുമ്പോൾ, അതായത് വായ്പ എടുത്തിട്ട് അയക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ TDS ഇല്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകതയുള്ളത്. 2024 കണക്കനുസരിച്ച് $129 ബില്യൺ ഇന്ത്യയിലേക്കുള്ള പ്രവാസികളുടെ നിക്ഷേപം. 24 ദുബായ്.